ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രമെന്ന് അതിന്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിൽ എത്തിനിൽക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം പതിറ്റാണ്ടുകളായി നെഹ്റു കുടുംബത്തിന്റെ പേരിൽ മാത്രം തളച്ചിട്ടിരുന്ന, മറ്റാർക്കും തകർക്കാൻ കഴിയില്ലെന്ന് കപട ബുദ്ധിജീവികൾ വാഴ്ത്തിപ്പാടിയിരുന്ന ചരിത്ര റെക്കോർഡുകളെല്ലാം ഇന്ന് ജനകോടികളുടെ ഹൃദയത്തിൽ ഒപ്പിട്ട ഒരൊറ്റ ജനനായകന് മുന്നിൽ തകർന്നടിഞ്ഞിരിക്കുന്നു. 2026 ജൂൺ 10 എന്ന ഈ ദിവസം ഭാരത ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തും. തുടർച്ചയായി 4399 ദിവസങ്ങൾ പ്രധാനമന്ത്രി പദവിയിൽ പൂർത്തിയാക്കിക്കൊണ്ട് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭരിച്ച ജനാധിപത്യ പ്രധാനമന്ത്രി എന്ന മഹാപദവി ഇനി നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് സ്വന്തം. കോൺഗ്രസിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 4398 ദിവസത്തെ റെക്കോർഡാണ് മോദിജി ഇന്ന് മറികടന്നത്. ഇത് വെറുമൊരു ഔദ്യോഗിക കണക്കോ കലണ്ടറിലെ ദിവസങ്ങളോ അല്ല. കോൺഗ്രസ് കാലങ്ങളായി താലോലിച്ച കുടുംബവാഴ്ച അഹങ്കാരത്തിന്മേലുള്ള വികസനത്തിന്റെ കനത്ത മുദ്രയാണ്. ലൂധിയൻസ് ഡൽഹിയിലെ കൊട്ടാര സദസ്സുകളിലിരുന്ന് വിദേശ ശക്തികളുടെ പിൻബലത്തോടെ ഭാരതത്തെ നിയന്ത്രിച്ച ഒരു ഭരണവർഗത്തിന്റെ അന്ത്യമാണ് ഈ 4399 ദിവസത്തിലൂടെ പൂർത്തിയാകുന്നത്. ഒരു ചായക്കടക്കാരൻ്റെ മകനായി ജനിച്ച് യാതൊരുവിധ രാഷ്ട്രീയ പാരമ്പര്യമോ ഗോഡ്ഫാദർമാരോ ഇല്ലാതെ കേവലം സ്വന്തം അധ്വാനവും മാതൃഭൂമിയോടുള്ള അചഞ്ചലമായ ഭക്തിയും മാത്രം കൈമുതലാക്കി വളർന്നു വന്ന ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ ഇന്ന് നെഹ്റു കുടുംബത്തിൻ്റെ തലപ്പത്തിരുന്നവരുടെ റെക്കോർഡുകൾ ഒന്നൊന്നായി തകർത്തെറിയുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ യഥാർത്ഥ വിജയമായി മാറുന്നു. 1952 ആദ്യ പൊതുതിരഞ്ഞെടുപ്പിനു ശേഷം ജവഹർലാൽ നെഹ്റു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി 4398 ദിവസങ്ങളാണ് തുടർച്ചയായി ഭരിച്ചത്. അതിനു മുൻപുള്ള കാലം ഒരു താൽക്കാലിക ഇടക്കാല സർക്കാർ മാത്രമായിരുന്നു. കോൺഗ്രസ് ചരിത്രകാരന്മാർ എക്കാലവും ഈ ഭരണകാലയളവിനെ ചൂണ്ടിക്കാട്ടി ഭാരതം എന്നാൽ ഒരു പ്രത്യേക കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ സ്വന്തമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ജനവിശ്വാസത്തിൻ്റെ കരുത്ത് എന്താണെന്ന് കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദിജി ഇന്ന് ആ ചരിത്രത്തെ തിരുത്തിക്കുറിച്ചു. മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും നീണ്ട തുടർച്ചയായ ഭരണം 4077 ദിവസങ്ങൾ മാത്രമായിരുന്നു. 1966, 1977 കാലഘട്ടം. ആ റെക്കോർഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മോദിജി കടപുഴക്കി എറിഞ്ഞിരുന്നു. ഇന്ന് നെഹ്റുവിൻ്റെ റെക്കോർഡും പഴങ്കഥയായതോടെ കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയ അജണ്ടകളുടെ വേരുകളാണ് അറ്റുപോകുന്നത്. ഇടതുപക്ഷ ലിബറൽ മാധ്യമങ്ങൾ എക്കാലവും മോദിജിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പോലും കള്ളപ്രചാരണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഈശ്വരനെന്ന് വിശ്വസിക്കുന്ന BJPയുടെ രാഷ്ട്രീയ ശൈലിക്ക് മുന്നിൽ ആ അജണ്ടകളെല്ലാം കരിഞ്ഞുപോയി. ജനങ്ങൾ ഓരോ തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോഴും കൂടുതൽ കരുത്തോടെ മോദിജിയെ നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും പ്രീണന രാഷ്ട്രീയത്തിനും മുകളിൽ വികസനത്തിൻ്റെയും ദേശീയതയുടെയും രാഷ്ട്രീയം പ്രതിഷ്ഠിക്കാൻ മോദിജിക്ക് കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തുടർച്ചയായി ഭരണ കാലയളവ്.